ഗൈസ് ഗോട്ട് കണ്ടിട്ട് വരികയാണ് വിജയുടെ പടം. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആവറേജ്, വെറുതെ ആവറേജ് പടം. കഥ കുഴപ്പമില്ല, പടം കുഴപ്പമില്ല, വർക്കാവുന്നില്ല, അതുള്ളതല്ലടാ. മ്യൂസിക് പ്ലേസ്മെന്റ് ഒക്കെ ഒരു ബോർ പോലെ തോന്നി. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ട്രെയിലറൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം ട്രെയിലറും പടവും തമ്മിൽ നമുക്കൊരു ബന്ധമില്ല. കാരണം ട്രെയിലറിനിട്ടും ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല. പിന്നെ നെഗറ്റീവ് ആലോചിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നെഗറ്റീവ് ആണ് ഫീൽ ചെയ്യുള്ളൂ പടത്തിൽ. കാരണം അത്രത്തോളം കഥ അങ്ങനെയാണ് പോണത്. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, അല്ലാത്തവർക്ക് ഇഷ്ടമുള്ളവർക്ക്. ഇനി പറയാൻ പോകുന്നത് സ്പോയിലറാണ്. പടം കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. പടം കാണാത്തവരാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്തേണ്ടതാണ്. ബാക്കി പടം 3 മണിക്കൂറിനുള്ള പടമൊന്നും ഇല്ല. ഇത് 3 മണിക്കൂർ ഉണ്ടായിരുന്നു. അതിനുള്ള സ്റ്റോറി ഒന്നും ഇല്ല. ബോറൊന്നും വരുന്നില്ല. സോങ്ങിനോടെ ബോറടിച്ചാ, സോങ്ങിനോടെ ബോറടിച്ച് കാണാൻ പോകും. ഇനി സ്പോയിലറാണ്. ഒരു 7 വിജയുണ്ട്. എന്തിന്? അതായത് വിജയ്ക്ക് ഇപ്പോ പണ്ടത്തെ ഇത് വിടേണ്ട കാര്യം കഴിഞ്ഞു. അതായത് വിജയിയുടെ നമ്മ നടനായി കാണുമ്പോ വിജയുടെ മോനും സെയിം വിജയ് തന്നെ. ഇത്ര കാലായി ഇത് അതൊക്കെ മാറ്റി പിടിക്കായിരുന്നു. സോങ് പ്ലേസ് ചെയ്ത് മറ്റേ ടച്ച് ഫീലിംഗ് പറഞ്ഞുള്ള പാട്ടുണ്ട്. അത് സ്പോട്ടിഫൈയിൽ ഇറങ്ങിയ സമയത്ത് ഒരു ബോർ പോലെ തോന്നിയിരുന്നു. പക്ഷെ സിനിമയിൽ കണ്ടപ്പോ കുഴപ്പമില്ല. പക്ഷെ അത് പ്ലേസ് ചെയ്ത സമയം കുറച്ച് വെക്കേണ്ട സ്ഥലത്തല്ല വെച്ചത്. അത് ഒരു സീരിയസ് ആയി നിൽക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് ഒരു അടിച്ചൊരു പാട്ട് ഫീല് വന്ന പോലത്തെ ഒരു പാട്ട് വെച്ച് അങ്ങോട്ട് നമ്മളാ പാട്ട് ശരിക്കും ഒന്ന് സെറ്റാക്കി എടുക്കാൻ കുറച്ചധികം ടൈം എടുത്തു. നല്ല ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഉണ്ടാവണ മരിച്ചവരൊക്കെ തിരിച്ചു വരാ, വീണ്ടും മരിക്കുക, വീണ്ടും തിരിച്ചു വരാ, അതും വേണ്ടായിരുന്നു തോന്നി. പിന്നെ ആ ഗണ്ണ് പ്രഭുദേവയുടെ നേർക്ക് ഷൂട്ട് ചെയ്തതിന് ശേഷം നിർത്തി. അതെന്തായെന്ന് കാണിച്ചില്ല. അതൊന്ന് കാണിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. പക്ഷെ ആ ലാസ്റ്റത്തെ സാധനം കണ്ടിട്ട് ഒരു വിജയ് ഫാൻ എന്നുള്ള നിലക്ക് എനിക്ക് വിഷമമുണ്ട്. ഫോട്ടോ സ്റ്റേറ്റ് അടിച്ചിറങ്ങണം. 2 പോസ്റ്റർ, ഒരെണ്ണം ഭരണിയിലിട്ട് വെച്ചേക്കും. വെറുതെ പ്രിന്റ് ഒക്കെ അടിച്ചുണ്ടാക്കി എടുക്കുന്ന പോലെ. ചൈനക്കാര് പോലും അടിക്കൂല, സെറ്റ് ചെയ്ത് വന്നിട്ടില്ല. പക്ഷെ ഇവിടെ അത് റെഡിയായി. അത് വേണ്ട, അവസാനത്തിൽ 2 മിനിറ്റ് അത് ഉപേക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറെ ഒക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്യാന്നുണ്ട്. ജയറാമേട്ടൻ അടിപൊളിയായി ചെയ്തു അല്ലേ? നല്ല റോള്, മൂപ്പര് അടിപൊളിയായിട്ട് ചത്തെങ്കിലും നല്ല കിടനായിട്ട് ചെയ്ത്. മൂപ്പര് നല്ല മരിച്ചിട്ട് ഡെഡ് ബോഡി ആയിട്ട് നന്നായിട്ട് ചെയ്തു. അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. ബാക്കിയുള്ള ആക്ടേഴ്സും അതെ അടിപൊളി തന്നെയായിരുന്നു. ആക്ടിങ് വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല വിജയുടെ ആയാൽ പോലും. പിന്നെ ആ ഒരു 15-16 വയസ്സുള്ള ഒരു വിജയിനെ കൊണ്ടുവരുന്നു. അതിനേക്കാൾ നമ്മുടെ ലാലിൽ 50 അതൊന്നും കറക്കായിരുന്നു. പിന്നെ ഏകദേശം എല്ലാവർക്കും ഒരേ വോയിസ് തന്നെ വെച്ച് എല്ലാ വിജയികൾക്കും ഒരേ വോയിസ്. അപ്പൊ കോൾ ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ആലോചിക്കാം ഇതിങ്ങനെ. പിന്നെ ട്വിസ്റ്റ് കൊള്ളാം. ഒരു 10 ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ 5 നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഉള്ള 5 3 കൊള്ളാം, ബാക്കി 2 ആവശ്യമില്ല. വെറുതെ നമ്മളിങ്ങനെ അങ്ങനത്തെ ഒരു രീതിക്ക് നിൽക്കണത്. അല്ലാത്തൊക്കെ എന്തിന് വെച്ചു എന്ന് ആലോചിക്കുന്നത്. പിന്നെ മ്യൂസിക് പേഴ്സണലി എനിക്ക് അത് അനിരുദ്ധ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് തോന്നി. പലർക്കും പല അഭിപ്രായം. സിനിമ കണ്ടതിന് ശേഷം ഞാൻ കുറച്ച് പേരോട് അഭിപ്രായം ചോദിച്ചു. കുറെ പേരൊക്കെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു, കുറെ പേര് ആസ്വദിച്ചുണ്ട്. പിന്നെ ഈ ക്ലൈമാക്സിൽ ഉണ്ടായ സീൻ ഒഴികെ ഇഷ്ടപ്പെട്ടവരുണ്ട്. പിന്നെ എന്താണ് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തവരുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ
നെഗറ്റീവ് മൈൻഡിൽ വെച്ച് ഞങ്ങളൊക്കെ കയറിനേക്കാൾ മുന്നേ പറയുന്നത് നെഗറ്റീവ് ഉള്ളതൊക്കെ പുറത്ത് വെച്ചിട്ട് പക്ക ക്ലീൻ മൈൻഡ് ആയിട്ട് കേറാം. കുറെ പേര് രാവിലെ തന്നെ റിവ്യൂ കണ്ടു വന്നിട്ട് കാലത്ത് തന്നെ റിവ്യൂ ഇട്ട് ഉള്ള ഇതുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കാലത്ത് റിവ്യൂ കണ്ട് ഗസ്റ്റ് ചെയ്ത് കയറാൻ പാടില്ല. റിവ്യൂ കണ്ടിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് ഇഷ്ടാവും, കുറെ പേർക്ക് ഇഷ്ടാവില്ല. ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം. ഒരു മൂവി ലവറായിട്ട് അല്ലെങ്കിൽ വിജയ് ഫാനായിട്ട് കയറാന്നല്ലാണ്ട് പിന്നെ വിജയുടെ എല്ലാ സിനിമയിലും ഉണ്ടാവുന്ന വിജയുടെ എല്ലാ സ്റ്റൈലും ഇതിലുണ്ട്. ഐ ആം വെയിറ്റിംഗ്, പിന്നെ മറ്റേ ചൂയിങ്കം, അങ്ങനത്തെ കുറെ സീൻ നമ്മുടെ ഒക്കെ അതേപോലെ തന്നെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഫാൻസിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു പാട്ടുമുണ്ട് ഫസ്റ്റ് തന്നെ. അത് പക്ഷെ പഴയ പാട്ടുകളെ പോലെ വർക്കൗട്ട് ആയിട്ടില്ല, കറക്റ്റ് ആയില്ല. എന്നാലും ഉള്ള പാട്ടുകളിൽ വെച്ച് മെച്ചം തന്നെയായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മൾ 4 പേര് കണ്ടു കഴിഞ്ഞാൽ 4 പേർക്കും 4 അഭിപ്രായം. അങ്ങനത്തെ ഒരു പടം. അതെ. പിന്നെ വേറെ കാര്യം വെച്ചാൽ വിജയുടെ VFX ഒക്കെ ഓക്കെ ആയിരുന്നു. ഫേസ് അതായത് ചെറുപ്പകാലത്തിലേക്ക് കാണിക്കുന്ന മകന്റെ രൂപമാണെങ്കിലും മകന്റെ ചെറുപ്പകാലാണെങ്കിലും എല്ലാം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഒരു ഇന്ത്യൻ സിനിമ ഒക്കെ നോക്കുന്ന സമയത്ത് VFX ഒക്കെ വളരെ മാർവലിന്റെ ടീമിനൊക്കെ കൊണ്ടുവന്നത് അവന്മാർക്ക് കൊടുത്ത കാശിനുള്ള ചെയ്തിട്ടുണ്ട്. മാർവലിന്റെ അത്രക്കും എന്ന് പറയുന്നില്ല, പക്ഷെ അത്ര കാശ് കൊടുക്കണം. ലാസ്റ്റ് സമയമൊക്കെ ആയ സമയത്ത് നമ്മുടെ ഷൂട്ടിങ്ങിൽ ഉണ്ടാകുന്ന സീനൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായി. അതില് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ കണ്ടതൊക്കെ VFX എന്നുള്ളത്. അതൊക്കെ ശരിക്കും മാർവല് നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഫേസിന്റെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് VFX വെച്ച് ചെയ്തതാണ് ആലോചിച്ച് അതൊന്ന് ഉൾക്കൊണ്ട് കാണാം. അല്ലെങ്കിൽ നമുക്ക് തോന്നും ഓ ഇതെന്താടാ കണ്ടിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ഫീൽ വരും. പടം ഞങ്ങൾക്ക് ഒരു 10-ല് ഞാനൊരു 7.8 സ്കോർ കൊടുക്കുള്ളൂ. നിനക്കോ? 8 ആ ഒരു റേഞ്ച്. അവസാനത്തെ സാധനം ഇപ്പോഴും എനിക്ക് എന്തിനാ അത് വെച്ചെന്നൊരു 7.8 കൊടുക്കാനുള്ളതും ഇല്ലടാ അവസാനത്തെ സീൻ വെച്ചിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അവസാനത്തെ സീൻ ഒഴികെ 8 എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞാൽ ഓവറോൾ മൂവി ഒരു 7 കൊടുക്കും. 7 അല്ലെങ്കിൽ 6. അവസാനത്തെ സീനില്ലായിരുന്നെങ്കിൽ ഒരു പോയിന്റ് കൂടി കൂടുതൽ കൊടുക്കാം. അതെ, 7 or 6. അങ്ങനെ പറഞ്ഞത്. അവസാനത്തെ ഇതില്ലെങ്കിൽ 8 കൊടുക്കാന്നുള്ളതാണ് പടം. പിന്നെ ഒട്ടും ആവശ്യമുണ്ടായില്ല. അതുപോലെ തന്നെ കുറെ സീൻ അതില്ലാണ്ട് 3 മണിക്കൂറിലും സിനിമ തീർക്കായിരുന്നു. 3 മണിക്കൂർ 3 മിനിറ്റാണ് പടം. 3 മിനിറ്റ് ഒന്ന് ഒഴിവാക്കായിരുന്നു. 3 മിനിറ്റ് ഒന്നല്ല, ഒരു 2.25 മണിക്കൂർ കൊണ്ട് പടം തീർക്കാൻ വരുന്നു. കുറെ സീനുകളൊക്കെ കട്ട് ചെയ്തെടുക്കായിരുന്നെങ്കിൽ ആവശ്യമില്ലാത്ത കുറെ സീനുണ്ട്. എന്തിനാണെന്നറിയില്ല, അത് ഇടേണ്ട കാര്യമില്ല. പിന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുള്ള രീതിക്കൊക്കെയാണ് അവര് ആ ക്ലോൺ പോലൊക്കെ ഉണ്ടാക്കി പടച്ചുവിട്ടിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിന്റെ ആവശ്യമില്ല. സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല, ആരും കാണുന്നു തോന്നുന്നില്ല. കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി വിജയ്ക്ക് നല്ല പ്രായമായി മൂവിയില്. അപ്പൊ ഭയങ്കര ഏജ് ആയിട്ടുള്ള ഒരാളൊക്കെ വെച്ചിട്ട് ഈ ക്ലോണൊക്കെ ആയിട്ട് ഇനി സെയിം ക്ലോൺ ഐഡിയ ഈ അച്ഛൻ വിജയ് ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ് അല്ല ഇതൊക്കെ തന്നെ സാധാ ഒരു വിജയ് മൂവി, പക്ഷെ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ട്. ഇനിയിപ്പോഴാ വിജയുടെ ഒരു പടമൊക്കെ ഇറങ്ങാം. ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. ഈ കാറിലിരിക്കുന്ന 4 ആളുകൾ. അപ്പോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തു, നോ പ്രോബ്ലം. റിവ്യൂസും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് വന്നിട്ട് അത് പറയാൻ നീ ആര് അങ്ങനത്തെ സാധനമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്തു സിനിമനെ പറ്റി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.